ഈ ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ED അതിലൊരു കള്ളപ്പണ ഇടപാട് നടന്നിട്ടുണ്ടോ എന്ന കാര്യത്തിൽ വ്യക്തത വരുത്താൻ ED പലരെയും ചോദ്യം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ദേവസ്വം ബോർഡ് മുൻ സെക്രട്ടറി എസ് ജയശ്രീ ഇന്നലെ ചോദ്യം ചെയ്തിരുന്നു ED അവരെ. ഇനിയിപ്പോൾ വീണ്ടും ED എസ് ജയശ്രീയെ ചോദ്യം ചെയ്യാൻ പോവുകയാണ്. ഇന്നലെ ചോദ്യം ചെയ്തെങ്കിലും ജയശ്രീയുടെ മൊഴി ED വിശ്വാസത്തിൽ എടുത്തിട്ടില്ല. ബോർഡ് തീരുമാനപ്രകാരം ഉത്തരവിറക്കുക മാത്രമാണ് താൻ ചെയ്തതെന്നാണ് ജയശ്രീ മൊഴി നൽകിയിരിക്കുന്നത്. ജയശ്രീയുടെ സ്വത്തുക്കളിൽ കൂടുതൽ പരിശോധനയും ED നടത്തും. ED അറസ്റ്റ് ചെയ്യാനുള്ള കാര്യമൊക്കെ അവരുടെ ആരോഗ്യനിലയൊക്കെ പരിഗണിച്ചുകൊണ്ട് സുപ്രീം കോടതി നേരത്തെ തടഞ്ഞിരുന്നു. അപ്പം EDയുടെ ചോദ്യം ചെയ്യൽ പക്ഷേ നടക്കുന്നുണ്ട്. സഹിൻ ആന്റണി ആ വാർത്തയുടെ കൂടി വിശദാംശങ്ങൾ നൽകും. സഹിന, ഇന്നലെ 9 മണിക്കൂറാണ് ജയശ്രീയെ ED ചോദ്യം ചെയ്തത്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളിലാണ് ഇനി EDക്ക് വ്യക്തത വേണ്ടത്? നമുക്കറിയാവുന്ന പോലെ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഈ പാളികളൊക്കെ പുറത്തു കൊണ്ടുപോകാമെന്ന് മിനിറ്റ്സിൽ തിരുത്തി എഴുതിയ ആളാണ് ജയശ്രീ. പിന്നെ അപ്പോഴും ഇപ്പോഴും ഒക്കെ പറഞ്ഞത് തനിക്കൊന്നും അറിയില്ല എന്നുള്ള കാര്യമാണ്. ഇനിയിപ്പോൾ EDയുടെ അടുത്ത വ്യക്തത വരുത്തൽ എന്തൊക്കെ കാര്യങ്ങളിലായിരിക്കും? സേതു, തീർച്ചയായിട്ടും 9 മണിക്കൂർ ജയശ്രീയെ ചോദ്യം ചെയ്തതിൽ EDക്ക് വ്യക്തത വന്നിട്ടില്ല, അല്ലെങ്കിൽ അവർക്ക് തൃപ്തി ആയിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. കാരണം ജയശ്രീയുടെ മൊഴികളിൽ ചില പ്രശ്നങ്ങൾ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർ കാണുന്നു. അതിൽ ഒന്നാമത്തേത്, ജയശ്രീ നൽകിയിരിക്കുന്ന മൊഴി ഈ പറയുന്നത് പോലെ ഉത്തരവിടുക മാത്രമാണ് താൻ ചെയ്തിട്ടുള്ളത്. മറ്റെല്ലാം ഉന്നതരുടെ നിർദ്ദേശപ്രകാരമായിരുന്നു. അപ്പോൾ ആരെല്ലാം ആയിരുന്നു ആ ഉന്നതർ, ആർക്കൊക്കെ ഇതിൽ പങ്കുണ്ട് എന്നുള്ളത് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിനെ പരിശോധിക്കേണ്ടതുണ്ട്. മറ്റൊന്ന്, ഈ എസ് ജയശ്രീയുടെ സാമ്പത്തിക വിവരവുമായി ബന്ധപ്പെട്ടിട്ടാണ്. ഇവരുടെ സ്വത്ത് വിവരങ്ങൾ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ജയശ്രീയെ വീണ്ടും ചോദ്യം ചെയ്യേണ്ടതായിട്ട് വരും. നേരത്തെ സേതു സൂചിപ്പിച്ചതുപോലെ തന്നെ SIT രജിസ്റ്റർ ചെയ്ത കേസിൽ 4ാം പ്രതിയാണ് ജയശ്രീ. അങ്ങനെ നിലനിൽക്കുമ്പോൾ തന്നെ ജയശ്രീയുടെ ചോദ്യം ചെയ്യൽ വീണ്ടും ഉണ്ടാകുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവരുടെ മൊഴി ED വിശ്വാസത്തിലെടുത്തിട്ടില്ല. ജയശ്രീയെ 9 മണിക്കൂർ ചോദ്യം ചെയ്തെങ്കിലും കൃത്യമായ വിവരങ്ങൾ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിന് ലഭിച്ചിട്ടില്ല. കൂടാതെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ട് ജയശ്രീക്ക് അടുത്ത ബന്ധമുണ്ടെന്ന് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ സാമ്പത്തിക ഇടപാടുകളിൽ ഇരുവരും തമ്മിൽ കണ്ടെത്താൻ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിന് കഴിഞ്ഞിട്ടുമില്ല. സേതു, ശരി. സഹിൻ ആന്റണിയാണ് വിവരങ്ങൾ നൽകിയത്.